അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദുറൂസുൽ ഇഹ്സാനിന്റെ ഒരു ഫുൾ റിവിഷനാണ് ഇവിടെ നമ്മൾ പറയുന്നത്. വിശാലമായ ഒരു വിശദീകരണങ്ങളൊന്നും ഇവിടെ നൽകുന്നില്ല. പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുടെ ഒരു ചർച്ച കൂടെയാണ് ഈ വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാഠം അല്ലാഹു തആല. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സർവലോക സൃഷ്ടാവും രക്ഷിതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ്. നാം ആദ്യമായി കേൾക്കേണ്ടത് എന്താണ്? അല്ലാഹ് എന്നുള്ളതാണ് നാം ആദ്യമായി കേൾക്കേണ്ടത്. ഒരു കുഞ്ഞ് ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചാൽ ആദ്യമായി ആ കുഞ്ഞ് കേൾക്കേണ്ടത് ആരുടെ നാമമാണ്? അല്ലാഹ് എന്നുള്ള നാമമാണ്. അതുകൊണ്ടാണ് കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും ഒക്കെ കൊടുക്കുമ്പോൾ ആദ്യമായി ആ കുട്ടി കേൾക്കുന്ന നാമം അതേതാണ്? അല്ലാഹു അക്ബർ, അല്ലാഹ് എന്നുള്ളതാണ്. നാം അവസാനം പറയേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ നമുക്ക് സ്വർഗം ഉറപ്പാണ്. നാം അവസാനമായി പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. മൂന്നാമത്തത്, നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവും എപ്പോൾ? നമ്മുടെ ഈമാനിന് പവർ കൂടും എപ്പോൾ? ഇവിടെ 2ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓരോ ചലനവും അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളതാവണം. അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. എല്ലാ സമയത്തും എന്റെ റബ്ബ് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവും. ഇനി 4ാമത്തെ ചോദ്യം, ഈമാനിന്റെ മാധുര്യം എത്തിക്കുന്ന 3 കാര്യങ്ങൾ ഏവ? നമ്മളിവിടെ ഒരു ഹദീസ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ 3 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. 1, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും. 2ാമത്, അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. അപ്പൊ നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമായിരിക്കണം. അവന് തീയിലെറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. കുഫ്രിയത്തിലേക്ക് കാഫിറായി പോകുന്നതിനെ നമ്മൾ എപ്പോഴും പേടിക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങൾ ഒരാളിൽ എത്തിച്ചാൽ അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം. അടുത്തത്, കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ ആരാകുന്നു? ആരാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പിന്നെ ഇവിടെ പൂരിപ്പിക്കാം സലാസുൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, അത് വിദ്യാർത്ഥികൾ ഓർമ്മിച്ചു വെക്കുക. ഇനി ഇവിടെ നമുക്ക് എഴുതാം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. അള്ളാഹുവിന്റെ ഒരുപാട് സിഫത്തുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്. നമുക്കത് ഇഷ്ടമുള്ളത് എഴുതാം. അള്ളാഹു ഒരുവനാണ്. എല്ലാ സൃഷ്ടികളോടും അള്ളാഹു താല എതിരായവനാണ്. ഒരു സൃഷ്ടിയെ പോലെയുമല്ല. അള്ളാഹു താല സർവശക്തനും സർവജ്ഞാനിയുമാണ്. അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ടാണ് സർവ്വ സൃഷ്ടികളും പ്രവർത്തിക്കുന്നത്. നമുക്കിഷ്ടമുള്ള വിശേഷണങ്ങൾ ഇവിടെ എഴുതാവുന്നതാണ്. ഇതാണ് 1ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് 2ാമത്തെ പാഠം അസ്സിറാത്തുൽ മുസ്തഖീം. മുസ്തഖീമായ ചൊവ്വായ മാർഗം. ആ ചൊവ്വായ മാർഗം ഏതാണ്? അതിനെക്കുറിച്ചാണ് ഈ 2ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മുസ്തഖീമായ മാർഗം എന്ന് വെച്ചാൽ എന്താണ്? നബിമാർ, അതുപോലെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹുകൾ, ഇവരൊക്കെ സഞ്ചരിച്ച മാർഗമാണ് ചൊവ്വായ മുസ്തഖീമായ മാർഗം എന്ന് വെച്ചാൽ. ആരാണ് നബിമാർ എന്ന് പറഞ്ഞാൽ? അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. അതുപോലെ പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. അതുപോലെ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. ഈ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും അതുപോലെ ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ വഴിയാണ് മുസ്തഖീമായ വഴി. ആ മുസ്തഖീമായ വഴിയിലാണ് നമ്മളും സഞ്ചരിക്കേണ്ടത്. അതിന് എതിരായിട്ടുള്ളവര് അവരെ നമ്മൾ പിന്തുടരാൻ പാടില്ല.
അപ്പോൾ ഈ നബിമാരെയും അതുപോലെ സിദ്ദീഖീങ്ങളെയും ശുഹദാക്കളെയും സാലിഹുകളെയും ഒക്കെ അംഗീകരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതിന് എതിരായിട്ടുള്ള പുതിയ ആശയങ്ങളെ ഒക്കെ നാം തള്ളിക്കളയേണ്ടതുണ്ട്. നിത്യവും ദുആ ചെയ്യൽ വാജിബായ ദുആ ഏതാണ്? ഒന്നാമത്തെ ചോദ്യം, നിത്യവും ദുആ ചെയ്യൽ വാജിബായ ദുആ ഏതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, സിറാത്തുൽ മുസ്തഖീം ഏതാകുന്നു? ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അള്ളാഹു അനുഗ്രഹിച്ചവർ ആരൊക്കെയാണ്? നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ. ആ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. സിദ്ദീഖുകൾ ആരാകുന്നു? പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരാണ് സിദ്ദീഖുകൾ. നേരത്തെ നമ്മൾ നബിമാർ ആരാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം കണ്ടോ, പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. ഇനി അടുത്തത് ശുഹദാ ആരാകുന്നു? ആരാണ് ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. സ്വാലിഹുകൾ ആരാകുന്നു? കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. ഇനി ആറാമത്തത്, അള്ളാഹുവിനെ അറിയാൻ എന്തു വേണം? അള്ളാഹുവിനെ അറിയാൻ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക്, അള്ളാഹു താല സൃഷ്ടിച്ച കാര്യങ്ങളിലേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിനെ അറിയാൻ നമുക്ക് സാധിക്കും. ഏഴാമത്തത്, സിറാത്തുൽ മുസ്തഖീം മനസ്സിലാക്കാൻ എന്തു വേണം? സിറാത്തുൽ മുസ്തഖീം മനസ്സിലാക്കാൻ നബിമാർ, അതുപോലെ സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ മുതലായ മഹത്തുക്കളോട് ചേർന്ന് നിൽക്കണം. അവരെ നാം അംഗീകരിക്കണം, അവരെ കുറിച്ച് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് സിറാത്തുൽ മുസ്തഖീം മനസ്സിലാക്കാൻ പറ്റുക. അടുത്തത് എട്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി. എന്താ മുന്നറിയിപ്പ് നൽകിയത്? സിറാത്തുൽ മുസ്തഖീമിനെതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാത്തുൽ മുസ്തഖീം കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇനി പത്താമത്തത്, കേരളത്തിൽ ഇസ്ലാം എത്തി. ആരിൽ കൂടെയാണ് കേരളത്തിൽ ഇസ്ലാം എത്തിയത്? സഹാബികളിൽ കൂടെയാണ്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ കേരളത്തിലേക്ക് സഹാബികൾ വന്നിട്ടുണ്ട്. അവരിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം എത്തിയത്. ഇനി 11ാമത്തത്, സമസ്തയുടെ ഉലമാക്കൾ എന്ത് ചെയ്തു? സമസ്തയുടെ പണ്ഡിതന്മാർ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു. ഇനി വ്യക്തമാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. സിറാത്തുൽ മുസ്തഖീമിനെതിരെ പുതിയ വാദഗതികളുമായി പലരും രംഗത്ത് വരും, അവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഇനി അടുത്തത് പാഠം 3, അൽ ഇത്തിബാഉ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇത്തിബാ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എങ്ങനെയാണ് നമ്മിലേക്ക് എത്തിയത്? ഏതൊക്കെയാണ് 4 മദ്ഹബുകൾ? വിശ്വാസപരമായിട്ടുള്ള 2 തരീഖത്തുകൾ ഏതാണ്? എന്താണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? എന്താണ് അഹ്ലുൽ ബിദ്അ വൽ ളലാല? ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പരിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ ഇത്തിബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബികളും അവരിൽ നിന്ന് താബിഉകളും അവരിൽ നിന്ന് പിൽക്കാല മുഅ്മിനുകളും പരിശുദ്ധമായ ദീൻ പഠിച്ചു. ഇങ്ങനെ പരമ്പരാഗതമായാണ് കൈമാറിയാണ് വിശുദ്ധ ദീൻ നമ്മിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ നമ്മൾ ഓർമ്മിച്ചു വെക്കണം. തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത്. അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് വഴി പിഴക്കില്ല. ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന് അള്ളാഹുവിന്റെ കിതാബും മറ്റൊന്ന് നബിചര്യയും. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകൾ, തിരുസുന്നത്തുകൾ നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഈ പാഠത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. ഒന്നാമത്തത് ഖുർആനിന്റെ വിശദീകരണമാണത്. ഏത്? പരിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ, ഹദീസ്, സുന്നത്ത്.
ദീൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബികളും അവരിൽ നിന്ന് താബിഉകളും അവരിൽ നിന്ന് പിൽക്കാല മുഅ്മിനുകളും ദീൻ പഠിച്ചു. അങ്ങനെ പരമ്പരാഗതമായാണ് ദീൻ നമ്മിലേക്ക് എത്തിയത്. ഖുർആൻ, ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചത് ആരാണ്? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ 4 ആ 4 മുജ്തഹിദീങ്ങളാണ് ഖുർആൻ, ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചത്. അതുപോലെ 4 മദ്ഹബുകളേവ? ഹനഫി, അതുപോലെ മാലിക്കി, ഷാഫിഈ, ഹംബലി. ഇതാണ് 4 മദ്ഹബുകൾ. കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചത് ഈ 4 ഇമാമിയങ്ങളാണ്. അതുപോലെ 2 തരീഖത്ത് ഏതാകുന്നു? വിശ്വാസപരമായിട്ടുള്ള 2 തരീഖത്തുകൾ. അത് ഏതൊക്കെയാണ്? ഒന്ന് അശ്അരി തരീഖത്തും മറ്റൊന്ന് മാതുരീദി തരീഖത്തും. ഇനി 6-മത്തത് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാകുന്നു? കർമ്മശാസ്ത്രത്തിലെ 4-1 മദ്ഹബും വിശ്വാസപരമായുള്ള 2 തരീഖത്തിൽ ഏതെങ്കിലും ഒന്ന് പിൻപറ്റുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇനി അഹ്ലുൽ ബിദ്അ വൽ ളലാല ആരാകുന്നു? കർമ്മശാസ്ത്രത്തിൽ 4-1 മദ്ഹബും അതുപോലെ വിശ്വാസപരമായിട്ടുള്ള 2-1 തരീഖത്തും പിൻപറ്റാത്തവരാണ് അഹ്ലുൽ ബിദ്അ വൽ ളലാല. ഈ കാര്യങ്ങൾ വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. ഇനി പൂരിപ്പിക്കാം. തറക്തു ഫീക്കും, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഈ ഹദീസ് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് പാഠം 4 അത്തഅളീമു. തഅളീമു എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, സമയങ്ങൾ ഇതെല്ലാം നമ്മളും ബഹുമാനിക്കണം. അത് നമ്മുടെ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ്. കാരണം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദീനിന്റെ ശആഇറുകളെ, അടയാളങ്ങളെ ആദരിക്കൽ അത് ഖൽബുകളുടെ തഖ്വയിൽപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടതാരാണ്? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്തുകയോ ഉച്ചത്തിൽ നബിയോട് സംസാരിക്കുകയോ ചെയ്യുന്നത് അല്ലാഹു നിരോധിച്ചിട്ടുണ്ട്. അമലുകൾ നിഷ്ഫലമാകാൻ അത് കാരണമാകും. വഫാത്തിന് ശേഷവും ഈ മര്യാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാലിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അല്ലാഹു തആല ആദരിച്ച സാധനങ്ങളെ, വസ്തുക്കളെ നാമും ആദരിക്കണം. അല്ലാഹു തആല ആദരിച്ച വ്യക്തികളെ, സ്ഥലങ്ങളെ, സമയങ്ങളെ ഒക്കെ നാമും ആദരിക്കണം. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് പരിശുദ്ധമായ ഖുർആൻ. വുളു ഇല്ലാതെ അത് തൊടാൻ പോലും പാടില്ല, ഹറാമാണ്. ഉയർന്ന സ്ഥലത്ത് വെക്കുക, അതുപോലെ ഖുർആനിന് മുകളിൽ മറ്റൊന്ന് വെക്കാതിരിക്കുക, മറ്റൊരു സാധനങ്ങളും വെക്കാതിരിക്കുക, പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെല്ലാം ഖുർആനിനെ നമ്മൾ വന്ദിക്കുന്ന, ഖുർആനിനോട് കാണിക്കുന്ന ബഹുമാനത്തിന്റെ രൂപങ്ങളാണ്. അതുപോലെ മലക്കുകൾ, അംബിയ, ഔലിയ, ആലിമുകൾ, സയ്യിദുമാർ, പരിശുദ്ധ നാമങ്ങൾ, മതഗ്രന്ഥങ്ങൾ, പള്ളികൾ, പ്രത്യേക മാസങ്ങൾ, ദിവസങ്ങൾ, സ്ഥലങ്ങൾ ഇതെല്ലാം നാം ബഹുമാനിക്കപ്പെടേണ്ടവയാണ്. മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുതിർന്നവർ മുതലായവരെ നാം ആദരിക്കണം. അവരെ കാണുമ്പോൾ എഴുന്നേൽക്കണം. അവർക്ക് ഇരിക്കാൻ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കണം. ചുരുക്കത്തിൽ ഈ തഅളീം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഇവിടെ ഈമാൻ ശരിയാവാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ് ഏത്? ഈമാൻ ശരിയാവാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ് ഏത്? അല്ലാഹു ബഹുമാനിച്ച വ്യക്തികൾ, അതുപോലെ സ്ഥലങ്ങൾ, വസ്തുക്കൾ, സമയങ്ങൾ മുതലായവ ബഹുമാനിക്കൽ. ഇനിയോ ഖൽബിന്റെ തഖ്വയിൽ പെട്ടതാണ് ഏത്? അള്ളാഹുവിന്റെ ദീനിന്റെ ശആഇറുകളെ, അടയാളങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഖൽബിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട സൃഷ്ടി ആരാണ്? അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി അടുത്തത് അമലുകൾ നിഷ്ഫലമാകാൻ അത് കാരണമാകും ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്തുകയോ ഉച്ചത്തിൽ നബിയോട് സംസാരിക്കുകയോ ചെയ്യുന്നത് അമലുകൾ നിഷ്ഫലമാകാൻ കാരണമാകും. ഇനിയോ അത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് ഏത്? നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. അലൈഹിസലാം എന്ന് പറയണം എപ്പോഴാണ് നമ്മൾ അലൈഹിസലാം എന്ന് പറയേണ്ടത്? നബിമാർ, അതുപോലെ മലക്കുകൾ എന്നിവരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസലാം എന്ന് പറയണം. അതുപോലെ റളിയല്ലാഹു അൻഹു എന്ന് പറയണം എപ്പോൾ? സഹാബികളുടെ പേര് കേൾക്കുമ്പോഴാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടത്. സ്വലാത്ത് ചൊല്ലേണ്ടത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ. അതുപോലെ ബാങ്ക് കേട്ടാൽ നാം എന്താണ് ചൊല്ലേണ്ടത്?
എന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് നമ്മൾ ഇജാബത്ത് ചെയ്യണം. അതുപോലെ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെയും നമ്മളും ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്തത് പാഠം 5 അൽ മുഫദ്ദലാത്ത്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ചില ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല, എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല, എല്ലാ ആളുകളും ഒരുപോലെയല്ല. ചില ദിവസങ്ങൾ, അതുപോലെ ചില മാസങ്ങൾ, ചില സമയങ്ങൾ, ഇതെല്ലാം ചില വസ്തുക്കൾ, ഇതെല്ലാം പ്രത്യേകതകൾ ഉള്ളതാണ്. അതാണ് അൽ മുഫദ്ദലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠതകൾ നിറഞ്ഞ ചില മാസങ്ങളെക്കുറിച്ച്, ദിവസങ്ങളെക്കുറിച്ച്, സ്ഥലങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഒന്നാമത്തത് പുണ്യമുള്ള 11 ദിവസങ്ങൾ. പുണ്യമുള്ള 11 ദിവസങ്ങൾ അത് ഏതൊക്കെയാണ്? റമദാൻ മാസം, അതുപോലെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അറഫ ദിവസം, 2 പെരുന്നാൾ ദിവസം, അതുപോലെ അയ്യാമു തശ്രീഖ്. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖ്. അതുപോലെ വെള്ളി, തിങ്കൾ തുടങ്ങിയവ ഏറെ പുണ്യമുള്ളവയാണ്. അതുപോലെ വ്യാഴം എന്നീ ദിവസങ്ങളിലെ നോമ്പ്, താസുആ, ആശൂറാ, ഇതെല്ലാം വളരെ പുണ്യമേറിയ ദിവസങ്ങളിൽ പെട്ടതാണ്. ഇനി അടുത്തത് രണ്ടാമത്തത് പുണ്യമുള്ള 17 രാവുകൾ ഏതൊക്കെയാണ്? ഒന്ന് ലൈലത്തുൽ ഖദർ, മറ്റൊന്ന് റമദാനിലെ അവസാന 10 ഒറ്റയായ രാവുകൾ, 2 പെരുന്നാൾ രാവുകൾ, വെള്ളിയാഴ്ച രാവ്, റമദാനിലെ അവസാന 10 രാവുകൾ, മിഅ്റാജ് രാവ്, ബറാഅത്ത് രാവ്, ഇതെല്ലാം വളരെ പുണ്യമുള്ള രാവുകളാണ്. ഇനി പുണ്യം കൂടിയ 3 പള്ളികൾ ഏതൊക്കെയാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പള്ളി ഏതാണ്? അത് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്. രണ്ടാമത് മസ്ജിദുൻ നബവിയാണ്. മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികളിലും ഇബാദത്തിന് വളരെയേറെ പ്രതിഫലങ്ങളുണ്ട്. ബാക്കി ലോകത്തുള്ള മുഴുവൻ പള്ളികളും പ്രതിഫലത്തിന്റെ വിഷയത്തിൽ സമമാണ്. ഇനി അടുത്തത് മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്രയാണ്? സാധാരണ പള്ളിയിലെ നിസ്കാരത്തേക്കാൾ 10,000 കോടി നിസ്കാരങ്ങളുടെ പ്രതിഫലമുണ്ട് മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിനിക്ക്. അപ്പോൾ വലിയ ശ്രേഷ്ഠതയുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം, കഅബ നിലകൊള്ളുന്ന മസ്ജിദുൽ ഹറാം. ഇനി മസ്ജിദുൻ നബവിയിൽ വെച്ചുള്ള നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്രയാണ്? സാധാരണ പള്ളിയിലെ നിസ്കാരത്തേക്കാൾ 10 ലക്ഷം നിസ്കാരങ്ങളുടെ പ്രതിഫലമുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നമ്മൾ 10 ലക്ഷം റക്അത്ത് നിസ്കരിച്ചാൽ എത്ര പ്രതിഫലം കിട്ടും? ആ പ്രതിഫലം നമുക്ക് മസ്ജിദുൻ നബവിയിൽ ഒരു റക്അത്ത് കൊണ്ട് നിസ്കരിക്കാൻ, ഒരു റക്അത്ത് കൊണ്ട് ലഭിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മസ്ജിദുൽ അഖ്സയിൽ വെച്ചുള്ള നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്രയാണ്? സാധാരണ പള്ളിയിലെ നിസ്കാരത്തേക്കാൾ 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലമാണ് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കരിച്ചാലുള്ള പ്രതിഫലം. ഇനി സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, അതുപോലെ ഇൽമിന്റെ മജ്ലിസുകൾ, ഇൽമു പറയുന്ന മജ്ലിസ്, ഇതൊക്കെ സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട സ്ഥലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പാഠം 6 തുറുഖുൽ ഖൈർ, നന്മയുടെ വഴികൾ. ഈ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കഥ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് കഥ? ഒരു യാത്രക്കാരന് ശക്തിയായ ദാഹം വന്നു. വെള്ളം തേടി നടക്കുന്നതിനിടെ അദ്ദേഹം ഒരു കിണർ കണ്ടു. അതിലിറങ്ങി വെള്ളം കുടിച്ചു, ദാഹം തീർത്തു. കയറി വന്നപ്പോൾ നനഞ്ഞ മണ്ണ് കപ്പുന്ന ഒരു നായയെ കണ്ടു. ആ നായക്കും വല്ലാത്ത ദാഹമുണ്ട്. അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് പിടിപെട്ട പോലെ അതിനും ദാഹിക്കുന്നുണ്ടാവും. ഉടനെ കിണറിലിറങ്ങി ഖുഫ് ഊരി അതിൽ വെള്ളം നിറച്ച് കടിച്ചു പിടിച്ച് കിണറിൽ നിന്ന് കയറി നായക്ക് കൊടുത്തു. ഈ ഒരു സംഭവം വിശദീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം, നായ എന്ന് പറഞ്ഞാൽ തൊട്ടാൽ 7 തവണ കഴുകേണ്ട ഒരു ജീവിയാണ്. പക്ഷേ ആ നായയോട് കാണിച്ച ആ ഒരു സൽക്കർമ്മം, അത് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനിക്ക് പുറത്തു കൊടുത്തു എന്നുള്ള ഒരു വിശദീകരണമാണ് ആ കഥയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഖൈറിന്റെ വഴികൾ നിരവധിയാണ്. എന്തൊക്കെയാണ് ഖൈറിന്റെ വഴികൾ?
പ്രസന്നമായ മുഖത്തോടെ തന്റെ സഹോദരനെ കാണുക, രണ്ടാൾക്കിടയിൽ നീതി ചെയ്യുക, ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക, അതുപോലെ അവന്റെ ലഗേജ് കയറ്റി കൊടുക്കുക. ഇങ്ങനെ ഖൈറിന്റെ നന്മയുടെ വഴികൾ ധാരാളമുണ്ട്. ആ വഴികളെയൊക്കെ നാം ഉപയോഗപ്പെടുത്തണം എന്നുകൂടെയാണ് ഈ പാഠത്തിൽ നമുക്ക് നൽകാനുള്ള മെസ്സേജ്. ഉത്തരം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഥ നമ്മൾ ഇവിടെ വിശദീകരിച്ചു. ഇനി കഥയിലെ ഗുണപാഠം എന്താണ്? സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കരുണ നേടാം എന്നതാണ് കഥയുടെ ഗുണപാഠം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബ ബന്ധം പുലർത്തുന്നതിൽപ്പെട്ട 5 കാര്യങ്ങൾ. കുടുംബ ബന്ധം പുലർത്തുന്നതിൽപ്പെട്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണത്? ബന്ധുക്കളോട് നന്മയിൽ വർത്തിക്കുക, അതുപോലെ കഴിയുന്നത്ര നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് ദ്രോഹമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക, സമ്മാനങ്ങൾ നൽകുക, അവരിലെ ദരിദ്രരെ സഹായിക്കുക, രോഗികളെ സന്ദർശിക്കുക, ക്ഷണം സ്വീകരിക്കുക. ഇങ്ങനെ ധാരാളം വഴികളിലൂടെ നമുക്ക് കുടുംബ ബന്ധം പുലർത്താൻ സാധിക്കും. അതുപോലെ നാം അയൽവാസികൾക്ക് ചെയ്തു കൊടുക്കേണ്ട 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അയൽക്കാരെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവർ രോഗിയായാൽ അവരെ സന്ദർശിക്കുക, മരിച്ചാൽ അവരുടെ പരിപാലനങ്ങളിൽ പങ്കുചേരുക, അതുപോലെ അയൽവാസിയുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക, അവന്റെ ദുഃഖത്തിൽ നമ്മളും ദുഃഖിക്കുക. ഇങ്ങനെ അയൽവാസിയുമായി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഖൈറിന്റെ വഴികളിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നവ ഏതൊക്കെയാണ്? നല്ല പ്രസന്ന മുഖത്തോടെ തന്റെ സഹോദരനെ കാണുക, രണ്ടാൾക്കിടയിൽ നീതി ചെയ്യുക, വാഹനത്തിൽ കയറാൻ സഹായിക്കുക, അവന്റെ ലഗേജ് കയറ്റി കൊടുക്കുക, നല്ല നിലയിൽ സംസാരിക്കുക, അതുപോലെ നിസ്കരിക്കാൻ നടന്നു പോവുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഖൈറിന്റെ വഴികളാണ്. ചുരുക്കത്തിൽ തുറുഖുൽ ഖൈർ എന്ന് പറഞ്ഞാൽ നന്മയുടെ വഴികൾ. ആ നന്മയുടെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് 7ാമത്തെ പാഠം അസ്സബറു, ക്ഷമയെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ക്ഷമക്ക് പരിശുദ്ധമായ ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസാബിറു, ഓ മുഅ്മിനുകളെ ഇബാദത്തുകളുടെയും അതുപോലെ മുസീബത്തുകളുടെയും മേലിലും ദോഷങ്ങളെ തൊട്ടും നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമയിൽ നിങ്ങൾ ഉയർന്ന നിലവാരത്തിലെത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാല്? ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന്റെ മേൽ ആ ശരീരത്തെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. അള്ളാഹുവിന് വഴിപ്പെടുക, അതുപോലെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ഇതെല്ലാം ശരീരം ഇഷ്ടപ്പെടാത്തവയാണ്. അതുപോലെ ആഫത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ് ശരീരം ആഗ്രഹിക്കുക. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമയേക്കാൾ ഖൈറും വിശാലവുമായ ഒന്നും ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷമ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവർ നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളും ശത്രുക്കളുടെ മർദ്ദനങ്ങളും വളരെ വലുതാണ്. പക്ഷേ അതെല്ലാം നബിമാർ സഹിച്ചിട്ടുണ്ട്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന്മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. അത് ശരീരം ഇഷ്ടപ്പെടാത്തതാണ്. ഏത്? അള്ളാഹുവിന് വഴിപ്പെടുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ഇതൊക്കെ ശരീരം ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ അതിന്റെ മേൽ നമ്മൾ ശരീരത്തെ ബന്ധനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. ഇതെല്ലാം നമ്മൾ ക്ഷമ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരാൾക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും ഖൈറായത് എന്താണ്? ക്ഷമയാണ്. 4, ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാകുന്നു? ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാകുന്നു. ഇനി ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നേരിട്ടൊരു പരീക്ഷണം, അതുപോലെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റൊരു മർദ്ദനം, ഇതൊക്കെ വിശദീകരിക്കാനുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദ് വലിയ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടു. ആ സമയത്ത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ വരമേൽപ്പിച്ച്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് പോയ സമയത്ത് അവിടുത്തെ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്ത സംഭവം. മുൻകഴിഞ്ഞു പോയ നബിമാർ അവരൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സഹിച്ചുകൊണ്ട് അള്ളാഹു അവരിൽ ഏൽപ്പിച്ച ആ ഒരു ദൗത്യത്തെ അവർ പൂർത്തീകരിച്ചു. ക്ഷമ ഒരു മുഅ്മിനിന്റെ ഭാഗമാണ്, ഉണ്ടാവേണ്ടതാണ്. ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതാരാണ്? അത് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീമിനോട് പറഞ്ഞു, എന്താ? മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതുഹു. നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. അല്ലാഹുവിലും അന്ത്യനാളിലും ഒക്കെ വിശ്വസിക്കുന്നവർ കുടുംബ ബന്ധം ചേർക്കട്ടെ. അപ്പോൾ ബന്ധുക്കളെ സന്ദർശിക്കുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ആവശ്യഘട്ടങ്ങളിൽ അവരെ സഹായിക്കുക തുടങ്ങി അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് നല്ല കാര്യവും കുടുംബ ബന്ധം പുലർത്തലാണ്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, അള്ളാഹു ബന്ധം പുലർത്തുന്നവരാണ് അവർ. ആര്? കുടുംബ ബന്ധം ചേർക്കുന്നവർ. അപ്പൊ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ബന്ധം പുലർത്തും. മൻ വസലകി വസൽതുഹു, ഇത് ആര് പറഞ്ഞു? അള്ളാഹു തആല പറഞ്ഞു. 2 പ്രതിഫലമുള്ള സദഖ ഏതാകുന്നു? കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സദഖ. കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സദഖക്ക് 2 പ്രതിഫലമുണ്ട്. കുടുംബ ബന്ധം മുറിക്കുന്നവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറഞ്ഞു, എന്ത്? അള്ളാഹുവിന്റെ റസൂലെ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തെ തൊട്ട് ദൂരത്താക്കുകയും ചെയ്യുന്ന ഒരു അമല് പറഞ്ഞു തരുക. അപ്പോൾ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? അള്ളാഹുവിനോട് ഒന്നിനെയും നീ പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക, കുടുംബ ബന്ധം ചേർക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് മതിയാകുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു. ഇനി കുടുംബ ബന്ധം പുലർത്തുന്നതിൽപ്പെട്ട 4 കാര്യങ്ങൾ നമുക്ക് എഴുതാം. ബന്ധുക്കളെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ആവശ്യഘട്ടങ്ങളിൽ അവരെ സഹായിക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു എന്നുള്ള ഹദീസ് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ഇനി 9ാമത്തെ പാഠം അൽ ജീറാനു. ജീറാൻ എന്ന് പറഞ്ഞാൽ അയൽവാസി എന്നാണ് അർത്ഥം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്നവർക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു. എന്താണ് പ്രത്യേകത? സദാസമയവും കള്ളിലും അനാവശ്യ പാട്ടുകളിലും ആനന്ദം കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. രാത്രിയായാൽ ഉച്ചത്തിൽ പാടും. ദേഷ്യപ്പെടുകയോ വേവലാതിപ്പെടുകയോ ചെയ്യാതെ മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ സഹിക്കും. ഒരു ദിവസം മദ്യലഹരിയിലായി ബഹളം വെച്ച അദ്ദേഹത്തെ നിയമപാലകർ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു. അയൽവാസിയുടെ അഭാവം അനുഭവപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയൽവാസിയെ കുറിച്ച് അന്വേഷിച്ചു. സംഭവം അറിഞ്ഞ ഇമാം അവർകൾ കൂടെ ഉള്ളവരോട് പറഞ്ഞു, അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാൻ, അവർക്ക് ഗുണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാം. അങ്ങനെ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയെ സമീപിച്ച് പിഴ അടച്ചുകൊണ്ട് അയൽവാസിയെ രക്ഷപ്പെടുത്തി. അപ്പോൾ നമ്മുടെ പരിസരത്ത്, നമ്മുടെ വീടിന്റെ ചുറ്റും താമസിക്കുന്ന 40 വീടുകൾ, അവരാണ് അയൽവാസികൾ എന്ന് പറഞ്ഞാൽ, അവരോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്. ആ അയൽവാസികളോടുള്ള കടപ്പാടുകളിൽ പെട്ടതാണ് അവരെ സന്ദർശിക്കല്, അവരുടെ വിവരങ്ങൾ അന്വേഷിക്കല്, അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരൽ, അവരെ സഹായിക്കൽ, അവർക്ക് വിഷമങ്ങളോ മറ്റോ ഇല്ലെന്ന് ഉറപ്പുവരുത്തൽ. അതുപോലെ നാം വല്ലതും വിൽക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇതെല്ലാം അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ പെട്ടതാണ് എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അയൽവാസി ആരായിരുന്നു? സദാസമയവും കള്ളിലും അനാവശ്യ പാട്ടുകളിലും ആനന്ദം കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ജയിലിൽ കുടുങ്ങിയത് എങ്ങനെയാണ്? ഒരു ദിവസം മദ്യലഹരിയിലായി അദ്ദേഹം ബഹളം വെച്ചു. അദ്ദേഹത്തെ നിയമപാലകർ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പിന്നീട് ആരായി? അദ്ദേഹം പിന്നീട് നല്ല മനുഷ്യനായി തീർന്നു. ഇനി ഇവിടെ ഹദീസ് ഉണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. അതുപോലെ ലാ യുഅ്മിനു മൻ യശ്ബഉ വജാറുഹു ജാഇഉൻ ഫീ ജംബിഹി, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ പൂർണ്ണമായ മുഅ്മിനല്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അയൽപക്ക ബന്ധത്തിൽപ്പെട്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയൽവാസിയുമായി നമുക്കുള്ള കടമകൾ, അല്ലെങ്കിൽ അവരോട് നല്ല ബന്ധം പുലർത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരെ സന്ദർശിക്കുക, അതുപോലെ അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുക, ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ പങ്കുചേരുക, അവരെ സഹായിക്കുക, അവർക്ക് വിഷമങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക, നാം വല്ലതും വിൽക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇതൊക്കെ അയൽവാസിയോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ പെട്ട കാര്യങ്ങളാണ്.
ഇനി അടുത്തത് പാഠം 10, ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കൽ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് വിനാശകരമായ 2 അവയവം ഏതൊക്കെയാണ്? നമ്മുടെ നാവും അതുപോലെ ഫർജും, ഗുഹ്യഭാഗവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് തുടക്കത്തിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും തന്റെ 2 താടിയെല്ലിന്റെ ഇടയിലുള്ള ഒന്നും 2 കാലിന്റെ ഇടയിലുള്ള ഒന്നുകൊണ്ടും ഒരു തെറ്റും ചെയ്യുകയില്ലെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ സ്വർഗം കൊണ്ട് അവന് ഞാൻ ഉറപ്പ് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് നാവും, മറ്റൊന്ന് ഗുഹ്യഭാഗവും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകി ആർക്ക്? ഈ നാവിനെയും അതുപോലെ ഫർജിനെയും തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കുന്നവർക്ക്, തെറ്റു ചെയ്യുകയില്ലെന്ന് ഉറപ്പ് നൽകുന്നവർക്ക്. അടുത്തത് ഒഴിവാക്കേണ്ടുന്ന സംസാരം ഏതാണ്? ഗുണകരമല്ലാത്ത മുഴുവൻ സംസാരങ്ങളും നാം ഒഴിവാക്കേണ്ടതാണ്. 4-മത്തത് സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ചോദിച്ചത്? യാ റസൂലല്ലാഹ്, അവിടുന്ന് എന്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, നാവാണ്. അത് കൽബിനെ കഠിനമാക്കും. ഏത്? ദിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ കൽബിനെ കഠിനമാക്കും. ഇനിയോ അള്ളാഹുവുമായി കൂടുതൽ അകന്നവനാരാണ്? ഹൃദയം കടുത്തവനാണ്. നാവിന്റെ 4 ദോഷങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഗീബത്ത്, മറ്റൊന്ന് നമീമത്ത്, അതുപോലെ കദിബ്, കളവ്, അതുപോലെ ശത്മ്. ഇതെല്ലാം നാവിന്റെ ദോഷങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാല്? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെ കുറിച്ച് പറയലാണ്. മിഅ്റാജ് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടൊരു സംഭവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ ഒരു ജനതയുടെ അരികിലേക്ക് നടന്നു. അവർക്ക് ചെമ്പിനാലുള്ള നഖങ്ങളുണ്ട്, അതുകൊണ്ട് അവർ മുഖങ്ങളും നെഞ്ചുകളും മാന്തി പിളർത്തുന്നു. ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരാണ് ജിബ്രീലെ ഇവർ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവർ ജനങ്ങളുടെ മാംസം തിന്നുകയും അവരുടെ അഭിമാനത്തിൽ കടന്ന് സംസാരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് നാളെ ഉള്ള ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത്. ഇനി താഴെ പറയുന്ന ഹദീസുകളുടെ ആശയം, മൻ യളമല്ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അളമല്ലഹുൽ ജന്ന. 2 താടിയെല്ലിന്റെ ഇടയിലുള്ള നാവ്, അതുപോലെ 2 കാലിന്റെ ഇടയിലുള്ള ഗുഹ്യഭാഗം, ഇതെല്ലാം തെറ്റുകളിൽ നിന്ന് ഇതിനെയെല്ലാം സംരക്ഷിക്കുമെന്ന് ആരെങ്കിലും ഉറപ്പ് നൽകുകയാണെങ്കിൽ അവനിക്ക് ഞാൻ സ്വർഗം പ്രോമിസ് ചെയ്യുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുപോലെ വ ഇന്ന അബ്അദന്നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി, അല്ലാഹുവുമായി കൂടുതൽ അകന്ന മനുഷ്യൻ അവൻ ആരാണ്? ഹൃദയം കടുത്തവനാണ്. ഇനി അടുത്തത് 11-മത്തെ പാഠം ഉസ്റത്തുൻ റാളിയ, സന്തോഷകരമായ കുടുംബജീവിതം. ഈ കുടുംബത്തിന്റെ തുടക്കം അത് വിവാഹമാണ്. അന്യനായ ഒരു പുരുഷനും അന്യയായ ഒരു സ്ത്രീയും ഇണകളായി മാറുകയാണ് വിവാഹത്തിലൂടെ സംഭവിക്കുന്നത്. ദുനിയാവിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വസ്തുക്കളിൽ ഒന്നാണ് സ്ത്രീ. വൈവാഹിക ജീവിതം ആനന്ദകരമായില്ലെങ്കിൽ അവരുടെ ജീവിതം ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടായാൽ മാത്രമാണ് കുടുംബജീവിതം സന്തോഷകരമാവുകയുള്ളൂ. ഏറ്റവും വളഞ്ഞ വാരിയെല്ലുകൊണ്ടാണ് സ്ത്രീയെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വളവ് ശരിയാക്കാൻ ശ്രമിച്ചാൽ പൊട്ടുമെന്നും അതിനാൽ അവർക്ക് നല്ലത് ഉപദേശിച്ച് കൊടുക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഒരാൾക്ക് നൽകപ്പെട്ടാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന് നന്ദിയുള്ള ഖൽബ്, മറ്റൊന്ന് ദിക്ർ ചൊല്ലുന്ന നാവ്, മറ്റൊന്ന് ക്ഷമിക്കുന്ന ശരീരം, 4 അവളുടെ ശരീരത്തിലോ അവന്റെ സ്വത്തിലോ ഭർത്താവിനെ വഞ്ചിക്കാത്ത ഭാര്യ. ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ഇരുലോക നന്മ നൽകപ്പെട്ടു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ സ്ത്രീകളിൽ ഖൈറായവൾ ആരാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? അവൻ അവളിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. അവൻ അവളിലേക്ക് നോക്കിയാൽ അവൾ എന്ത് ചെയ്യും? ഭർത്താവിനെ സന്തോഷിപ്പിക്കും. അവൻ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. അവളുടെ ശരീരത്തിലും അവളുടെ കൈവശമുള്ള അവന്റെ ധനത്തിലും അവനിക്ക് ഇഷ്ടമില്ലാത്തത് അവൾ പ്രവർത്തിക്കുകയില്ല. ഇവളാണ് ഖൈറായവൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മുതലായവയെല്ലാം ഭർത്താവിന് കടമപ്പെട്ടതാണ്. എല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. മുഖത്തടിക്കുക, അവൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ആക്ഷേപിക്കുക, അതുപോലെ കടുത്ത നിലപാട് സ്വീകരിക്കുക, പരുഷമായി പെരുമാറുക മുതലായവയെല്ലാം ഭർത്താവ് ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ കുടുംബത്തിന്റെ തുടക്കം ഏതാകുന്നു? വിവാഹമാണ്. വിവാഹത്തിലൂടെ സംഭവിക്കുന്നു എന്ത്? അന്യനായ ഒരു പുരുഷനും അന്യയായ ഒരു സ്ത്രീയും ഇണകളായി മാറുന്നു. കുടുംബജീവിതം സന്തോഷകരമാവാൻ എന്ത് വേണം? പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടായാൽ മാത്രമാണ് കുടുംബജീവിതം സന്തോഷമാവുകയുള്ളൂ. സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട്? ഏറ്റവും വളഞ്ഞ വാരിയെല്ലുകൊണ്ട്. സ്ത്രീകളിൽ ഹൈറായവർ ആരാണ്? അവൻ അവളിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും, അവൻ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും, അവളുടെ ശരീരത്തിലും അവളുടെ കൈവശമുള്ള അവന്റെ ധനത്തിലും അവനിക്കിഷ്ടമില്ലാത്തത് അവൾ പ്രവർത്തിക്കുകയുമില്ല. ഇത്തരം സ്ത്രീകളാണ് ഏറ്റവും ഹൈറായ സ്ത്രീകൾ. സ്വർഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്ത്രീ ആരാണ്? ഭർത്താവിന്റെ പ്രീതി നേടി മരണപ്പെട്ട സ്ത്രീയാണ് സ്വർഗത്തിലെ സ്ത്രീ എന്ന് മുത്തുനബി വിശേഷിപ്പിച്ചത്. അവളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ആരുടെ? ഭർത്താവിന്റെ കോപത്തിലായി നിലകൊള്ളുന്ന സ്ത്രീയുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇനി ഇരുലോക നന്മ ലഭിക്കുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, നന്ദിയുള്ള കൽബ്, അതുപോലെ ദിക്ർ ചൊല്ലുന്ന നാവ്, അതുപോലെ ക്ഷമിക്കുന്ന ശരീരം, അവളുടെ ശരീരത്തിലോ അവന്റെ സ്വത്തിലോ ഭർത്താവിനെ വഞ്ചിക്കാത്ത ഭാര്യ. ഇത് 4ഉം ഒരുമിച്ച് കൂടിയവൻ ഇരുലോക നന്മ ലഭിക്കപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇനി ഭർത്താവിന്റെ കടമകൾ എന്തൊക്കെയാണ്? ഭർത്താവിന്റെ കടമകൾ ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയവ അവൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാണ്. ഭാര്യയുടെ കടമയോ? ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ. അടുത്തത് 12ാമത്തെ പാഠം അന്നവും, ഉറക്കം എന്ന മഹാത്ഭുതത്തെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിന്? മരണത്തെയും അതുപോലെ പരലോക ജീവിതത്തെയും ഓർമ്മപ്പെടുത്തി തരും. നാം ഉറക്കിൽ നിന്ന് ഉണരണം എപ്പോൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിനെ തിരിച്ചു തരുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രി വിരിപ്പിലേക്ക് ചെന്നാൽ എന്ത് ചെയ്യും? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹ്, അതുപോലെ മുഅവ്വിദതൈൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതി ഇരു കൈകളിലും ഊതി കൈയെത്തുന്ന ശരീരഭാഗങ്ങളിലെല്ലാം തടവുമായിരുന്നു. ദുസ്വപ്നം കണ്ടാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഇടതു ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും കിടന്നിരുന്ന ഭാഗം മാറിക്കിടക്കുകയും ചെയ്യണം. ഇതാണ് നമ്മൾ ദുസ്വപ്നങ്ങൾ കണ്ടാൽ ചെയ്യേണ്ടത്. കുറഞ്ഞത് എത്ര സമയം ഉറങ്ങണം? 6 മണിക്കൂറെങ്കിലും നാം ഉറങ്ങണം. ഇനി വ്യക്തമാക്കാം ഉറക്കിന്റെ മര്യാദകൾ എന്തൊക്കെയാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുക, അതുപോലെ വുദൂ ചെയ്യുക, വിരിപ്പ് തട്ടി വൃത്തിയാക്കുക, ദിക്റുകൾ ചൊല്ലുക, വലതുഭാഗത്തിന്റെ മേൽ കിബിലക്ക് നേരെ ചെരിഞ്ഞു കിടക്കുക. ഇതെല്ലാം ഉറക്കിന്റെ മര്യാദകളാണ്. ഉറങ്ങാൻ പാടില്ലാത്ത സമയം ഏതാണ്? ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അതുപോലെ അസറിന്റെ ശേഷവും നാം ഉറങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുത്ത 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇശാഇന് മുമ്പ് ഉറങ്ങലും ഇശാഇന് ശേഷം സംസാരിച്ചിരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുത്ത കാര്യങ്ങളാണ്. ഇനി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്സാലിഹീൻ. ഈ ദിക്ർ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇനി അടുത്തത് 13ാമത്തെ പാഠം അദ്ദുആ. എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ? തന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. ഉത്തരം 3 രൂപത്തിൽ ലഭിക്കും. എങ്ങനെയാണത്? ചിലപ്പോൾ ചോദിച്ചത് തന്നെ ലഭിക്കും, ചിലപ്പോൾ ചോദിച്ചതിന് പകരമായി മറ്റൊന്ന് ലഭിക്കും, ചിലപ്പോൾ പരലോകത്തേക്ക് മാറ്റിവെക്കും. ഇങ്ങനെയാണ് ദുആ സ്വീകരിക്കുന്ന വിധം. ഇനി ഏറ്റവും സ്വീകാര്യമായ ദുആ ഏതാണ്? ഫർള് നിസ്കാരങ്ങളുടെ ഉടനെയും അർദ്ധരാത്രിക്ക് ശേഷവുമുള്ള ദുആകളാണ് ഏറ്റവും സ്വീകാര്യമായ ദുആ. ഇനി അടുത്തത് ഉത്തരം ലഭിക്കാൻ സഹായകരമാണ് അവ ഏവ? സൽക്കർമ്മങ്ങൾ മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ മുതലായവരെ തവസ്സുലാക്കിയുമൊക്കെ
അള്ളാഹുവിനോട് ദുആ ചെയ്യൽ ഉത്തരം ലഭിക്കാൻ സഹായകരമാണ്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ മുന്നിൽ വെക്കുക. നമ്മൾ ഒരു ഫാത്തിഹ ഓതി, ആ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് നമ്മളൊരു സദക്ക കൊടുത്തു, ആ സദക്കയുടെ ബർക്കത്ത് കൊണ്ട്, അങ്ങനെ ഏതെങ്കിലും സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലെങ്കിൽ മറ്റുള്ള അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അവരെയൊക്കെ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യുക. ഇതെല്ലാം ഉത്തരം ലഭിക്കാൻ സഹായകരമാണ്. ഇനി വ്യക്തമാക്കാം ദുആഇന്റെ മര്യാദകൾ എന്തൊക്കെയാണ്. ഖിബ്ലക്ക് മുന്നിടുക, അതുപോലെ ഇരു കൈകളും ഉയർത്തുക, ഹംദ്, സലാത്ത് എന്നിവ കൊണ്ട് ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. അവസാനം ആമീൻ എന്നും സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും പറയുക. ദുആഇൽ മാതാപിതാക്കളെയും മറ്റു മുസ്ലിമീങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തുക. ഇനി ദുആഇന് മുമ്പ് ചെയ്യേണ്ടവ എന്തൊക്കെയാണ്? സദഖ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, ദുആ ശുഭാപ്തി വിശ്വാസത്തോടെ ആയിരിക്കുക, അല്ലാഹു തആല ഇത് സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ആയിരിക്കുക, അതുപോലെ മനസാന്നിധ്യം ഉണ്ടായിരിക്കുക. ഇതെല്ലാം ദുആഇന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ദുആഇന് ഉത്തമമായ 2 സമയം ഏതൊക്കെയാണ്? ഒന്ന് ഫർള് നിസ്കാരങ്ങളുടെ ഉടനെയും അതുപോലെ അർദ്ധരാത്രിക്ക് ശേഷവും. ദുആ അവസാനിപ്പിക്കേണ്ട ഒരു ആയത്ത് ഏതാണ്? ഏതായത്ത് ചൊല്ലിക്കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി 14ാമത്തെ പാഠം അൽ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടലാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നടത്താൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. വസ്തഗ്ഫിരില്ലാഹ ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. തീർച്ചയായും അല്ലാഹു തആല ഗഫൂറാണ്, അല്ലാഹു തആല റഹീമാണ്. അതുപോലെ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. നിശ്ചയം അല്ലാഹു പൊറുക്കുന്നവനും അതുപോലെ കരുണാവാനിധിയുമാണ്. പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെയും അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു തെറ്റുപോലും ചെയ്യാത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും എല്ലാ ദിവസവും 70ഉം 100ഉം ഒക്കെ തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്രയോ തെറ്റുകൾ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്ന നമ്മൾ നിർബന്ധമായും ഇസ്തിഗ്ഫാറിനെ, പാപമോചനം തേടലിനെ അധികരിപ്പിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവാണ് സത്യം, 70ൽ കൂടുതൽ പ്രാവശ്യം ഞാൻ അല്ലാഹുവിനോട് ഒരു ദിവസം പൊറുക്കലിനെ തേടുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആര്? ഒരു തെറ്റുപോലും ചെയ്യാത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ അവൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പിന്തിരിഞ്ഞു ഓടിയവനാണെങ്കിൽ പോലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പിന്തിരിഞ്ഞോടാൻ പാടില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചവനാണെങ്കിൽ പോലും അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ നാം അധികരിപ്പിക്കണം. ഇവിടെ നമുക്ക് എന്താണ് തദ്രീബാത്തിലുള്ളത്? പൂരിപ്പിക്കാം. വസ്തഗ്ഫിരില്ലാഹ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. വ്യക്തമാക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ആദം സന്താനമേ, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നിന്നിൽ നിന്നുണ്ടായ ദോഷങ്ങൾ ഞാൻ പുറത്തു തരും, ഞാൻ പരിഗണിക്കാതിരിക്കുകയില്ല. ആദം സന്താനമേ, നിന്റെ പാപങ്ങൾ ആകാശം മുട്ടുന്നതാവുകയും പിന്നീട് നീ എന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ഞാൻ നിനക്ക് പുറത്തു തരും, ഞാൻ പരിഗണിക്കാതിരിക്കുകയില്ല. അപ്പോൾ മനുഷ്യരാകുന്ന നാം എത്ര തെറ്റ് ചെയ്താലും ഉടമയായ റബ്ബിനോട് നമ്മൾ മനസ്സറിഞ്ഞ് ഖേദിക്കുകയാണെങ്കിൽ, തൗബ ചെയ്യുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരും എന്നാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയവനാണെങ്കിലും ദോഷം പൊറുക്കപ്പെടുന്ന ഇസ്തിഗ്ഫാർ ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇനി താഴെ പറയുന്ന ഹദീസുകളുടെ ആശയം പാഠത്തിൽ നിന്ന് കണ്ടെത്താം. ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിത്യവും 100 പ്രാവശ്യം ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുപോലെ വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവാണ് സത്യം, 70ൽ കൂടുതൽ പ്രാവശ്യം ഞാൻ അല്ലാഹുവിനോട് ഒരു ദിവസം പൊറുക്കലിനെ തേടുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇസ്തിഗ്ഫാർ എന്നുള്ള ഈ അവസാനത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്.
വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓരോ പാഠവും കൃത്യമായി വായിക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ് ഒന്ന് വിശകലനം ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.